ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ ഈ പകലുകളിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ തീരത്തെ അല്പം പരിചയപ്പെടാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ആയത്തിൻ്റെ ഇതുവരെയുള്ള പരാമർശമാണ് നടത്തിയത്. ഈ ആയത്തിന് ശേഷം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ വളരെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന ആയത്താണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അള്ളാഹുവിൻ്റെ അടിമ ആരാണെന്ന് ചോദിച്ചാൽ രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് ആരാധന നിർവഹിക്കുന്നവരാണ്, നിസ്കരിക്കുന്നയാളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ അള്ളാഹുവിനു വേണ്ടി രാത്രി സമയങ്ങളിൽ സുജൂദിലായും ഖിയാമിലായും നിലകൊള്ളുന്നവരാണ് എന്ന് പരാമർശിക്കുന്നു. അഥവാ രാത്രി നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അവരാണ് അള്ളാഹുവിൻ്റെ അടിമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ ഖിയാം, സുജൂദ് എന്നതിനെ മാത്രം പരാമർശിക്കാനുണ്ടാവുന്ന കാരണം നിസ്കാരത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ടു റുക്കുനുകളാണ്, ഒന്ന് സുജൂദും ഒന്ന് ഖിയാമും. അപ്പോൾ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഭാഗങ്ങളെ പരാമർശിച്ചു എന്ന് മാത്രമല്ല ഇവിടെ ഒരു മസ്അല കൂടെ നമ്മൾ അറിയണം. കേവല സുജൂദ് മാത്രം ചെയ്യുക, ഖിയാമില്ലാതെ സുജൂദ് മാത്രം ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. ഉദാഹരണമായി നമ്മൾ നന്ദി സൂചകമായി നടത്തുന്ന ശുക്രിൻ്റെ സുജൂദുണ്ട്. നമുക്കൊരു വീട് വെക്കാനുള്ള അവസരമുണ്ടായി, നമുക്കൊരു കുഞ്ഞുണ്ടായി, നമ്മുടെ വിവാഹം നടന്നു, അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കാര്യം നടക്കുമ്പോൾ അതിന് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു സുജൂദുണ്ട്. ആ സുജൂദാണെങ്കിലും ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ സജദയുടെ ആയത്ത് വരുന്ന സമയം വസ്ജുദ് വഖ്തരിബ്, സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മിയെ ഓതുന്ന അവസാനത്തിൽ നമുക്ക് കാണാം വസ്ജുദ് വഖ്തരിബ്. അവിടെ ആ ആയത്ത് പൂർണ്ണമായ ശേഷം നമ്മൾ ഖിയാം നിസ്കരിക്കുന്നത് പോലെ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സുജൂദിലേക്ക് ചെല്ലുക, എന്നിട്ട് ഒരു സുജൂദ് ചെയ്ത് സലാം വീട്ടുക. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദ്. അതുപോലെ തന്നെയാണ് ശുക്രിൻ്റെ സുജൂദും. രണ്ടിൻ്റെ നിയ്യത്ത് വേറെയുണ്ടാകും. പക്ഷേ അവിടെയൊന്നും കേവല സുജൂദ് മാത്രം സ്വീകാര്യമല്ല എന്ന് നമ്മുടെ ഫുഖഹാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖിയാം ഉണ്ടാവണം. ഖിയാം നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കണം, ഇല്ലെങ്കിൽ നിൽക്കുന്നതിന് പകരം ഇരിക്കുകയായാലും മതി. എന്നിട്ട് നിസ്കാരം അത് നമ്മൾ ശുക്രിൻ്റെ സുജൂദാണെങ്കിലും തിലാവത്തിൻ്റെ സുജൂദാണെങ്കിലും നിസ്കാരത്തിൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങനെയാണോ പിരിയേണ്ടത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം വീട്ടിയിട്ട് തന്നെ പിരിയുകയും വേണം. അത് ഇടയ്ക്ക് വന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ കേവല സുജൂദ് മാത്രം അസ്വീകാര്യമാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ കാണാം ഇന്നലിൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങളുടെ സവിശേഷമായ
അവരുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ വല്ലാത്ത സൗന്ദര്യം നിറഞ്ഞ അരുവികളും തോട്ടങ്ങളും അവർക്കുണ്ട്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അള്ളാഹു നൽകിയതാണിതൊക്കെ. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർക്ക് ഈ സൗന്ദര്യാത്മകമായ സ്വർഗീയ സന്തോഷങ്ങളെ ലഭിക്കാനുണ്ടായ കാരണം അവർ നേരത്തെ ചെയ്ത നന്മകളാണ് അതിനു കാരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, സ്വർഗീയമായ ഈ സന്തുഷ്ടിക്ക് കാരണം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി അല്പം മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി സമയങ്ങളിൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സമയം കണ്ടെത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ ഏറ്റവും സവിശേഷതമായ പദവികൾ ലഭിച്ച മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഥവാ അല്പസമയം മാത്രം നിദ്രയിലാണ്ടുപോവുക, നമ്മുടെ ശാരീരിക ക്ഷീണം അകറ്റാൻ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. അത് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ശാരീരികമായി ശാസ്ത്രീയ വശങ്ങളെയൊക്കെ നാം ഉൾപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ശരീരം ഉൾക്കൊള്ളേണ്ട ഉറക്കുണ്ട്, നാം ഉണർന്നിരിക്കേണ്ട മറ്റു സമയങ്ങളുമുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകൾ രാത്രി സമയങ്ങളിൽ കൂടുതലും ഇബാദത്തിലായി ചെലവഴിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തഖ്വയുള്ളവർ അവർക്ക് സ്വർഗീയ സൗകര്യങ്ങൾ ലഭിക്കാനുണ്ടായ കാരണവും രാത്രിയിലുള്ള നിസ്കാരമായിരുന്നു എന്ന് ഇവിടെ പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, സുബഹി നിസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവന് രാത്രിയിൽ നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ, രാത്രി അള്ളാഹുവിൻ്റെ ആരാധനാ കർമ്മങ്ങളുമായി നിരതരാവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാവാമെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ അവൻ രാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയാൽ സുബഹി നിസ്കാരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബേജാറുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ആ സമയം ഉറങ്ങുകയാണ് വേണ്ടത് എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുതുബിയത്തിൽ പരാമർശിക്കുന്ന വരികളുണ്ട്. ഇദ് കുന്ത ലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാഅ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാഅ. അല്ലാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിത്വം അവന് വല്ലാത്ത ശക്തിയും പ്രാപ്തിയും അല്ലാഹു നൽകും. അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാഅ, നമ്മളെ അറിയാത്ത രൂപത്തിലുള്ള പവറും ശേഷിയും അള്ളാഹു അവന് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രാത്രി സമയം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഉറക്കം ഒഴിച്ചാൽ നമുക്ക് പിന്നെ പകലിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാനോ നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാവാനോ സാധിക്കില്ല. അതിനു കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയങ്ങ് അടുത്തില്ല എന്നതു തന്നെയാണ്. സ്ഥിരമായി തഹജ്ജുദിന് എഴുന്നേൽക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടിയുള്ള മറ്റു കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമേയല്ല. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ കൃത്യമായി തഹജ്ജുദിന് എഴുന്നേൽക്കുകയും അതിനുശേഷം തീരെ ഉറങ്ങാതെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന എത്രയോ നല്ല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമുക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനും പരാമർശിക്കുന്നത് സ്വർഗീയമായ ഏറ്റവും ഉത്തുംഗ സ്വഭാനങ്ങൾ ലഭിക്കാനുള്ള കാരണം രാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് മുഴുകുക, അള്ളാഹുവിലേക്ക് പ്രാർത്ഥന നിരതരാവുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കാരം നിർവഹിക്കുക എന്നതു തന്നെയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി തങ്ങൾ അവറുകളുടെ ഈ ബൈത്തിലും അങ്ങനെയാണ് പരാമർശിച്ചത്. നീ ഏറ്റവും സ്തുത്യർഹനായ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ നിനക്ക് അള്ളാഹു നീ അറിയാത്ത രൂപത്തിലുള്ള കഴിവും ശേഷിയും നിനക്ക് നൽകും. അപ്പോൾ രാത്രി നീ എത്ര ഉറക്കമൊഴിച്ചിരുന്നാലും പകലിൽ നിനക്കതൊരിക്കലും ഒരു അസ്വസ്ഥതയായി നിനക്ക് ഭവിക്കുകയില്ല എന്നാണ് ഈ വരികളിലൂടെ
മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവറുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ അള്ളാഹുവിലേക്ക് നാം അടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നാം കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നതാണ് ഇതിൻ്റെയൊക്കെ വലിയ വ്യാപകമായ അർത്ഥമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ രാത്രി പ്രത്യേകമായും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ശീലം നമ്മിൽ അള്ളാഹു വരുത്തി തീർക്കുമാറാവട്ടെ. കാരണം തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന, ആ സമയത്തുള്ള നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, അതിന് വല്ലാത്ത പുണ്യമുണ്ട്, മഹത്വമുണ്ട്, ഇജാബത്തുണ്ട് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മദ്ഹബിൻ്റെ ഇമാമുമാരിൽ ഏറ്റവും വലിയ മഹോന്നതരാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവിടെ നിങ്ങളുടെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഘട്ടം അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു, രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന വ്യക്തിത്വമാണ് ആ നടന്നു പോകുന്നത് എന്ന് മഹാനവറുകളെ കുറിച്ച് പരാമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അദ്ദേഹം കേൾക്കുകയാണ്. ഈ സമയത്ത് മഹാനവറുകൾ വല്ലാതെ ദുഃഖിച്ചുപോയി. എന്നെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകളുടെ വാക്കൊരിക്കലും തെറ്റിപ്പോവാൻ ഇനി പാടില്ല എന്ന് മഹാനവറുകൾ പ്രതിജ്ഞയെടുത്ത് ശേഷമുള്ള മുഴുകാലവും തഹജ്ജുദ് നിസ്കാരം പതിവാക്കി നടത്തി. മാത്രമല്ല രാത്രി മുഴു സമയവും മഹാനവറുകൾ ആരാധനാ കർമ്മങ്ങളിൽ, നിസ്കാരങ്ങളിൽ നിരതരായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അഥവാ മറ്റുള്ളവർ പറഞ്ഞ നന്മ തൻ്റെ അടുത്ത് ഉണ്ടാവണമല്ലോ, അതില്ല എങ്കിൽ മറ്റുള്ളവർക്ക് പോലും അതിൻ്റെ ദോഷം ലഭിക്കുമല്ലോ എന്ന വലിയ കാര്യം മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. ശേഷമുള്ള ജീവിതത്തിൽ മുഴുക്കയും അദ്ദേഹം രാത്രിയിൽ വല്ലാതെ ആരാധനാ കർമ്മങ്ങളിൽ നിരതരായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാമിനെ പരത്തണേ, അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം നിങ്ങൾ പരത്തിക്കൊണ്ടേയിരിക്കണേ, എല്ലാവരോടും നന്മകൾ കൈമാറണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നു. മാത്രമല്ല വഅത്ഇമുത് തആമ, നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷിപ്പിക്കണം, ഭക്ഷണ വിതരണം ചെയ്യണം. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും നന്മയുള്ള മൂല്യങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞതാണ്, നമ്മുടെ അഭിവാദ്യം നന്നാക്കി അസ്സലാമു അലൈക്കും യാ അഖി, അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്നിങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിവാദ്യത്തെ നന്നാക്കി കൊടുക്കണമെന്നും, മാത്രമല്ല അള്ളാഹു അനുഗ്രഹമായി നമുക്ക് തന്ന നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. അത് വേവിച്ചിട്ടാവാം, വേവിക്കാതെയാവാം, ഏത് രൂപത്തിലും അത്ഇമുത് തആമ, ഭക്ഷണം കൊടുക്കുന്ന ശീലം, അത് ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം, അത് ഇസ്ലാമിൻ്റെ ശീലമാണ്, മാനവികത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ശീലമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, വസല്ലു ബില്ലൈൽ വന്നാസു നിയാം, നിങ്ങൾ രാത്രി നിസ്കരിക്കണേ, ആ സമയത്ത് ജനങ്ങളൊക്കെ ഉറങ്ങുകയായിരിക്കും. ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. കാരണം തദ്ഖുലുൽ ജന്നത ബിസലാം, ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ സന്തോഷവാനായി സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സലാം നിങ്ങൾ പരത്തണം, ഭക്ഷണം നിങ്ങൾ കൊടുക്കണം, അതോടൊപ്പം രാത്രിയിൽ നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് പറഞ്ഞ് അങ്ങ് പോവുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് വലിയ ഓഫർ നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനവും അതുതന്നെയാണ്. ഒരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും രാത്രി നമ്മൾ നിസ്കരിക്കുന്ന ഫറലായ ആരാധനകൾക്ക് പുറമെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ താവഴി നമുക്ക് നിലനിർത്താനും സാധിക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവരെ ഈ കാര്യം ഗ്രഹിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും അതിൽ അവരെ വ്യാപൃതരാക്കാനും ഈ സമയത്ത് പ്രത്യേകം നമുക്ക് സാധിക്കും. കാരണം അത്താഴ സമയം നമ്മൾ ഏതായാലും വിശുദ്ധ റമദാനിൽ എഴുന്നേൽക്കുന്നവരാണ്. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കാര ശേഷം നമ്മൾക്ക് വേണ്ട ഏറ്റവും അനുഗ്രഹീതമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ട്, നമ്മുടെ ഇളം പ്രായക്കാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ഉമ്മയ്ക്ക് വേണ്ടി ദ്വാരക്കണം, ഉപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കണം, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദ്വാരക്കണം. നീ പ്രത്യേകം ഇങ്ങനെ പറഞ്ഞ് ദ്വാരക്കണമെന്ന് പറഞ്ഞ് ആ പറയുന്ന വാചകം പോലും ചൊല്ലിക്കൊടുത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ സമയങ്ങൾ. പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തയ്യാറെടുപ്പുകളിൽ, പ്രതിജ്ഞകളിൽ ഒന്നായിരിക്കണം പ്രത്യേകമായുള്ള ഈ തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു നമുക്കതിന് ആവതാക്കി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. സമാധാനത്തോടെയുള്ള സ്വർഗപ്രവേശമാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തന്നെ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു മുത്തനബിയുടെ നിസ്കാരം? മഹതിയായ ആയിഷ ബീവി പറയുന്നുണ്ട്, അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് കാലിൽ നീര് വന്ന് വീർപ്പ് മുട്ടി അത് പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന ഘട്ടം ഉണ്ടായിരുന്നു. മഹാനായ ഇമാം ബൂസൂരി റഹിമഹുല്ല അവിടുത്തെ ബുറുദയിൽ അതിൻ്റെ വചനങ്ങൾ കവിതാശകലങ്ങളായി പരാമർശിക്കുന്നുണ്ട്. ളലംതു സുന്നത മൻ അഹ്യ ളലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി. എൻ്റെ സുന്നത്തുകൾ ളലംതു സുന്നത മൻ അഹ്യ ളലാമ ഇലാ. മഹാനായ ഇമാം ബൂസൂരി അവലാദി പറയുകയാണ്, എത്രയോ സുന്നത്തുകളെ ഞാൻ നഷ്ടപ്പെടുത്തി. ആ സുന്നത്തുകളെയൊക്കെ ജീവിപ്പിച്ച മഹാമനീഷി നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ മഹാമനീഷിയുടെ ജീവിതം? അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി. ഉറക്കക്ഷീണം കൊണ്ട്, താങ്ങാൻ കഴിയാത്ത നൃത്തം കൊണ്ട് ആ കാല് തന്നെ ആവലാതി പറയുന്ന ഘട്ടം വന്നിരുന്നു. അങ്ങനെയുള്ള മഹാമനീഷിയുടെ അനുയായിയായ എനിക്ക് ഒരു സുന്നത്ത് പോലും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആവലാതി മഹാനായ ഇമാം ബൂസൂരി റഹിമഹുല്ല അവിടുത്തെ ബുറുദയിൽ കുറിച്ചു വെക്കുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അങ്ങേക്ക് വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക്, അങ്ങേക്ക് അല്ലാഹു എല്ലാ കാര്യങ്ങളിലും മാപ്പ് നൽകിയിട്ടുണ്ടല്ലോ, അങ്ങയിൽ നിന്ന് തെറ്റുവരികയില്ല. എന്നാലും വല്ല വീഴ്ചയും വരികയാണെങ്കിൽ പോലും അല്ലാഹു അത് പൊറുക്കാൻ പ്രാപ്തനാണല്ലോ, പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടുന്ന് കൊടുത്ത ഉത്തരം, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ? ഈ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ളവൻ, കടപ്പാടുള്ളവൻ ഞാനാവണ്ടേ? അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് മറുപടി കൊടുക്കുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ ധാരാളം സമയങ്ങൾ വ്യാപൃതരായ ജോലിയും മറ്റുമൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും നാം സമയം കണ്ടെത്തുകയാണെങ്കിൽ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിനൊക്കെയുള്ള നന്മയുടെ കവാടമാണ് ഈ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് സമാഗതമായിട്ടുള്ളത്. റയ്യാൻ എന്ന് പറയുന്ന വിശുദ്ധ സ്വർഗത്തിലെ കവാടങ്ങൾ നോമ്പെടുത്ത് ഈ നന്മകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ മാടി വിളിക്കാൻ മാലാകമാർ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ നാളെ ആ നന്മയെക്കൊണ്ട് വിശുദ്ധ സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് മാലാകമാരുടെ ആ വലിയ സ്വാഗതം അരുളിക്കൊണ്ട് കടന്നു ചെല്ലാൻ സാധിക്കും. അത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പരാമർശിക്കുന്ന മഹാന്മാരായ സൂഫിയാക്കൾ, കഴിഞ്ഞുപോയ ഉലമാ പണ്ഡിതന്മാരുടെ ജീവിത ശൈലിയെ വിവരിക്കുന്നുണ്ട്. മഹാനവർകൾ പറയുന്നുണ്ട്, സൂഫിയാക്കളെക്കുറിച്ച് അവർ പറയുന്ന കവിതകളെ എടുത്തു വെച്ചുകൊണ്ട്,
ലഖദ് ഹതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ അലാ ഫുനുനിൻ വഹ്നൻ വഇന്നി ലനായിമു കദബ്തു വബൈത്തില്ലാഹി ലൗ കുൻതു ആശിഖാ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു. അങ്ങ് ചില്ലകളിൽ രാത്രി സമയങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിലേക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാടപ്രാവുകൾ, ആ മാടപ്രാവുകൾ എന്നെ ലജ്ജിപ്പിക്കുന്നുണ്ട്. കാരണം വഹ്നൻ വഇന്നീ ലനായിമുൻ, ആ സമയത്തും ഞാനാകുന്ന മനുഷ്യൻ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അള്ളാഹുവിൻ്റെ ജരാചരങ്ങളിൽ ഞാനും പെട്ടവനാണ്. അവൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടനാണ് മനുഷ്യനാകുന്ന ഞാൻ. പക്ഷേ എൻ്റെ കൂടെ പിറപ്പായ പടച്ചറബ് പടച്ച പക്ഷികൾ ഈ സമയത്തും അള്ളാഹുവിലേക്ക് ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. അപ്പോൾ ഈ മനുഷ്യനാകുന്ന ഞാൻ കിടന്നുറങ്ങുകയാണല്ലോ. മാത്രമല്ല മഹാനായ ഇമാം ഗസാലി അതിൻ്റെ അടുത്ത വരിയിൽ പരാമർശിക്കുന്നുണ്ട്, ഖദബ്തു വബൈത്തില്ലാഹി ലൗ കുൻതു ആശിഖാ, ഞാൻ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്നവനാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. എന്തേ കാരണം? ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു, എനിക്കൊരിക്കലും ഈ പറയുന്ന മാടപ്രാവുകളെ മുൻകടക്കാൻ, അവരുടെ തസ്ബീഹിനെ മുൻകടക്കാൻ, അവർ ഉറക്കമുളച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് അതിനെ മറികടക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? സ്വർഗം എനിക്ക് ആഗ്രഹമുണ്ട്, അള്ളാഹുവിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയുന്നത് പച്ചക്കളവല്ലേ എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ ആവലാതിപ്പെട്ടിരുന്നു എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാന്മാരുടെ ചരിത്രം, മഹാന്മാരുടെ ജീവിതം. അവർ രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് നാളേക്കുള്ളത് കൊയ്തിരുന്നു എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം വേണമെന്നില്ല, ഒരൽപ്പമെങ്കിലും പുതിയ ഒരു കാര്യം ഈ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അത് തഹജ്ജുദാവാം, അത് തറാവീഹിൽ നിന്നുള്ള ആ ഒരു നിർബന്ധപൂർവമായി നമ്മൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ നാളെ തറാവീഹ് നമുക്ക് സാക്ഷിയായി ഉണ്ടാകും, നാളെ തഹജ്ജുദ് നമുക്ക് സാക്ഷിയായി ഉണ്ടാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഷ്റഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകളാണ്, ഖുർആനുമായി സമയം ചെലവഴിക്കുന്നവരാണ്. മാത്രമല്ല വ അസ്ഹാബുൽ ലൈൽ, രാത്രിയുടെ ആളുകളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് അള്ളാഹുവിൻ്റെ ആരാധനകളിലായി കഴിവതും സമയം മാറ്റിവെച്ച് അതിൽ വ്യാപൃതരാകുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പവിത്രമായ അനുയായികളിൽ, ഏറ്റവും പവിത്രമായ സൃഷ്ടികളിൽപ്പെട്ടവർ അവരാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതി നിസ്കരിക്കുക, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. മാത്രമല്ല ഒരേ ആയത്തു തന്നെ ആവർത്തിച്ച് ഓതിക്കൊണ്ട് അതിൻ്റെ അർത്ഥശകലങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ നിസ്കരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ ഏറ്റവും മഹോന്നതരാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാർ ധാരാളമുണ്ട്. അക്കൂട്ടത്തിൽ പ്രസിദ്ധരാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വല്ലാത്ത കരച്ചിൽ കേൾക്കാനിടയാകുകയാണ്. അയൽപ്പക്കത്തുള്ള ആളുകൾ ഓടിക്കൂടി. ആ സമയത്ത് മഹാനവർകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൽ പൊട്ടി കരയുന്ന മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു കാര്യം? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അല്ലാഹു നമുക്കെന്താണ് നാളെ പകരമായി നൽകാൻ കരുതി വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് എന്ന പരാമർശം വരുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നും മഹാനവറുകൾ നിസ്കാരത്തിൽ ഓതിയത് വല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അദ്ദേഹം പൊട്ടി കരയുകയാണ്. ഈ മുൻഖദിറാകുന്ന അടിമക്ക് അള്ളാഹു എന്താണ് നാളെ കരുതി വച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കില്ലല്ലയോ
എന്ന വലിയ പ്രയാസം മഹാനവറുകൾ അലട്ടുകയും അദ്ദേഹം കരയുകയും ചെയ്തു. അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന അയൽവാസികളും ഇതുകണ്ടുകൊണ്ട് കരച്ചിലിൽ തന്നെ വ്യാപൃതരായി എന്ന് മഹാനായ ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നും മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദുമാരിൽ പ്രമുഖരായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വല്ല പ്രയാസങ്ങളും വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇസ്തഅൻതു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല പ്രയാസങ്ങളും എന്നെ അലട്ടുന്നുവെങ്കിൽ ഞാൻ അസമയം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏതു പ്രയാസങ്ങളും നീങ്ങിപ്പോകാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദുമാരിൽ പ്രമുഖരായ, രാത്രി സമയത്ത് നിസ്കാരത്തിൽ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയിരുന്നു, സഹായം തേടിയിരുന്നു എന്ന് ഇടക്ക് വെച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അതാണ് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റാവാൻ നമ്മെ പ്രേരിപ്പിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവരണമെങ്കിൽ ധാരാളം നിബന്ധനകളുണ്ട്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാനിടയില്ലാത്ത ആളുകളിൽ നിന്നാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസുകൾ സ്വീകരിക്കുന്നത്. മഹാന്മാരായ ആളുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് കാണാം. 2, 3, 4 ദിവസം മാസങ്ങളോളം സഞ്ചരിച്ച് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ആളെ കാണുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കലിൽ നിന്നും വല്ല കറാഹത്തും സംഭവിച്ചു എങ്കിൽ അദ്ദേഹം ഹദീസ് വാങ്ങാതെ തിരിച്ചു പോരുമായിരുന്നു എന്ന് ആണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ പ്രമുഖരാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രമാണ് നമ്മളിവിടെ പരാമർശിച്ചത്. മഹാനവറുകൾക്കു തന്നെ വല്ല പ്രയാസങ്ങളും വരികയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അവലംബമെന്ന് ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട മഹാന്മാരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മെ ഈ നിലയിലെത്തിച്ച, നമുക്ക് വേണ്ടി അധ്വാനിച്ച നമ്മുടെ ബന്ധപ്പെട്ടവർ എല്ലാവരെയും നമ്മൾ സ്മരിക്കേണ്ട സമയമാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാനിൽ നമ്മെ നാമാക്കിയ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മെ വല്ലാതെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കൂട്ടുകാരുണ്ടാവാം. അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഊണും ഉറക്കവുമില്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പാടുകൾ സഹിച്ചു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ നിർബന്ധ ബാധ്യതയായി മാറണം. അങ്ങനെയാകുമ്പോൾ നാളെ അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ശുപാർശയിലും നമുക്ക് ഇടം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകളുണ്ട്. വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായി ഇന്നത്തെ ക്ലാസ്സിൽ നാം ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിലുള്ള നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. സ്വർഗം ലഭിക്കാൻ അത് കാരണമാണ്. വിശുദ്ധ റമദാനിൽ പ്രത്യേകമായി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അതിനുള്ള വഴിയായി, മാർഗമായി ഈ ക്ലാസ്സുകൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ 5ാമത്തെ ദിനമാണ് വിദേശ രാജ്യങ്ങളിൽ നമുക്കുള്ളത്. നാട്ടിൽ അത് 4ാമത്തെ ദിനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഷ്ടപ്പാടുകൾക്ക് നടുവിലായിരിക്കാം നമ്മൾ ഉണ്ടാവുന്നത്. അല്ലാഹു എല്ലാ കഷ്ടപ്പാടുകളെയും മാറ്റിത്തരാൻ അള്ളാഹുവിന് കഴിയും. ഏതു കഷ്ടപ്പാടുകളെയും മാറ്റി അതൊക്കെ സൗകര്യവും സുഖവും നിറക്കാനുള്ള കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഏതു കഴിവിൻ്റെയും ഏതു കഴിവില്ലായ്മയുടെയും അത്താണി അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹുവിലേക്ക് നമ്മൾ പോകുന്ന വഴിയിലാണ് മുത്തുനബിയുള്ളത്. ആ മുത്തുനബിയെ ഓരം പറ്റിയാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരുമുള്ളത്. ആ മഹാന്മാരെ പിടിച്ചുകൊണ്ട്, മുത്തുനബിയെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാ